ഹലോ പ്രൈസിലോട് എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഒരുപാട് ദൂരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എന്തെല്ലാം കാര്യം ദൈവം തന്നാലും നമുക്കൊരു സംതൃപ്തിയില്ല, അല്ലേ? ഒരു സംതൃപ്തിയില്ല. ചില ആൾക്കാർക്ക് എത്ര കിട്ടിയാലും സംതൃപ്തിയില്ല. ഞാൻ ഈ നിൽക്കുന്നതിന് എൻ്റെ പുറകിലെ ഒരു വീട് നിങ്ങളെ കാണിച്ചു തരാം. അവർ ദൈവമക്കളാണ്. അവരുടെ ആ സംതൃപ്തി കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അയ്യോ സ്തോത്രം, ഭയങ്കര സംതൃപ്തി. ഇന്ന് ഞങ്ങൾ പോയ പല സ്ഥലങ്ങളിലും ഒരു മുറി, ഒറ്റ മുറി, അല്ലേ, ഒരടുക്കള, അത്രേ ഉള്ളൂ. ഒരു മുറി, ഒരടുക്കള. ആ മുറിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കക്കൂസിൻ്റെ വലിപ്പമേ കാണുന്നു. എനിക്ക് അത്രേ ഫീൽ ചെയ്തു. പക്ഷേ അതിനകത്ത് അമ്മയും മക്കളും അവരുടെ സന്തോഷത്തോടുള്ള ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോണ്ടല്ലോ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഒരു 10-10 റൂമിൻ്റെ വലിപ്പമുള്ളൊരു വീടിന് അതിനകത്ത് അപ്പനും മക്കളും കുഞ്ഞുമക്കളും എല്ലാം കൂടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് താമസിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഞാനവിടെ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ സംതൃപ്തിയെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി നമുക്ക് ആവശ്യമാണ്. മിക്ക ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സംതൃപ്തിയില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എത്ര കിട്ടിയാലും പണ്ടൊരുത്തൻ പറഞ്ഞ പോലെ 5 കോടിയുള്ളവൻ 6 കോടി ആയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കഞ്ഞി നീങ്ങിക്കൊണ്ട് നടക്കുക. അതാണ് നമ്മുടെ നാട്ടിലെ കഥ. എത്രയെല്ലാം കുറച്ച് നല്ല വണ്ടി ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കുന്നില്ല. അതിനേക്കാൾ ഇച്ചിരി ലേറ്റസ്റ്റ് വരാൻ പറ്റും. നമ്മുടെയൊക്കെ ഇടയിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്ട് കാറുകൾ മാറുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, സൗകര്യങ്ങൾ, നിങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ ദൈവം വർദ്ധിപ്പിച്ച് നൽകി എല്ലാവിധത്തിലും കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവാൻ തക്കോണം നിങ്ങൾക്കൊരു നല്ല സംവിധാനം ഉണ്ടാക്കി ദൈവം തന്നു കഴിഞ്ഞാൽ ആ സംവിധാനം മാക്സിമം ഉപയോഗിക്കാനുള്ള നമ്മുടെ ആ മനോഭാവമാണല്ലോ, അതാണ് പ്രധാനം. ചില ആൾക്കാർക്ക് അങ്ങനൊരു മനോഭാവമില്ല. അയ്യോ എനിക്കൊന്നുമില്ലല്ലോ എന്ന ചിന്താധികാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഉള്ളതെന്താണോ അത് സംതൃപ്തിയോടെ അനുഭവിക്കുകയും ഇനി ദൈവം എന്തെങ്കിലും അധികം തന്നാൽ അധികം ദൈവത്തിന് വേണ്ടി ഓടുവാൻ വേണ്ടിയുള്ള ഒരു ഒരു ഉപകരണം, ഒരു സംവിധാനമായിട്ട് ഞാനതിനെ കാണുന്നു. പിന്നെ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലമല്ല ഇതൊന്നും പ്രതിഫലമല്ല. ഞാൻ പണ്ട് ഏതോ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത് ഓട്ടം ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിഫലം തരുന്നത്. ഞങ്ങളിപ്പോൾ ഈ വണ്ടി കൊണ്ട് വരുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിനകത്തോടെ വണ്ടി കൊണ്ട് വരിക. ആ സമയത്ത് ഒരു ചെറിയ സ്പേസ്, കൂടിപ്പോയാൽ ഒരു 200 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ ഭയങ്കര സൗണ്ട് സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. തുടങ്ങിയിട്ടില്ല പരിപാടി. ഇന്ന് വൈകിട്ട് എന്താ പ്രോഗ്രാമാണ് അവിടെ, മറ്റൊന്നല്ല ഒരു സഭയുടെ കൺവെൻഷൻ തോന്നുന്നു, അതിൻ്റെ പരിപാടിയാണ്. പക്ഷേ ആ കുറച്ച് സ്ഥലത്ത് അവരേറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. ദൈവം അവർക്ക് നൽകുന്ന അവസരത്തിനനുസരിച്ച് ദൈവം ചെയ്യുക. അത് ചെയ്യുന്നവരുടെ മുഖത്തെ സന്തോഷമൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റി. ഞാൻ പണ്ടിലത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി നമുക്ക് വേണം. ചെയ്യുന്നതിലൊരു സംതൃപ്തി. അതുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യണം. ഏത് കാര്യമായാലും കർത്താവിൻ്റെ കാര്യം ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യണം. സ്തോത്രം. ആ ഉള്ള അവസ്ഥയിൽ വലിയ സെറ്റപ്പൊന്നും ഉണ്ടാവില്ല. ഉള്ള അവസ്ഥയിൽ നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്തുകയും അപ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മളെത്തണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നല്ല വീടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം. നിങ്ങളുടെ മക്കൾ നന്നായിട്ട് വിദ്യാഭ്യാസം, അതൊന്നും ഞാൻ തെറ്റാന്ന് പറയുന്നില്ല. അതില്ലാത്തവൻ അങ്ങ് വല്ലാതെ മോശക്കാരനാണെന്ന് പറയരുത്. അത് പറയാൻ വേണ്ടി ഞാൻ വരുന്നത് കേട്ടോ. നമ്മളൊക്കെ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തണം പ്രിയരെ. ഈ ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കാരുടെ താമസ സൗകര്യവും അവരുടെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് വേണ്ടോ, ആ വീടിൻ്റെ മണ്ടയിലോട്ട് നിങ്ങൾ നോക്കിയേ, ആ വീടിൻ്റെ മുകളിൽ നോക്കിയേ, ഒരു സൈഡ് മുഴുവനും ഓലയില്ല, ഒരു ശകലം വെള്ളം പോലും പുറത്ത് പോയില്ല. പക്ഷേ അവർ ഞങ്ങളെ കാണുമ്പം ചിരിച്ച് കാണിക്കുകയാണ്. ഭയങ്കര ചിരി സന്തോഷവും അവരുടെ മുഖത്ത്. അവർക്കൊരു നിരാശയില്ല. ആരുടെയൊക്കെയോ പാസ്റ്റർമാരുടെ മീറ്റിങ്ങിൻ്റെ ഫ്ലെക്സാണ്
അവർ വീടിൻ്റെ ഭിത്തിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല സമയം ദൈവം നമുക്ക് തരിക, ഒരു നല്ല സമയം ദൈവം നമുക്ക് തരിക. ആ നല്ല സമയം നാം സംതൃപ്തിയോടെ ജീവിക്കുകയാണെങ്കിൽ, അയ്യോ എനിക്കൊന്നുമില്ലേ, അയ്യോ ചത്തേ പൊത്തോ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സമാധാനം നൽകുന്ന ഒരു ജീവിതമല്ല. ഉള്ളതിൽ തൃപ്തിപ്പെടുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്ത. അതുകൊണ്ട് മക്കളോട് പറയണം, മക്കളെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ, അതിൽ നമുക്കൊരു സന്തോഷം കാണണം. പിന്നെ നിങ്ങളൊക്കെ വളർന്നു വരുമ്പം ഈ വീടിൻ്റെ സ്ഥിതിയൊക്കെ മാറും, ഈ നമുക്ക് വാഹനങ്ങളൊക്കെ മാറും, ബൈക്കൊക്കെ മാറും എന്നൊക്കെ മക്കൾ പറഞ്ഞ്, ഞാൻ എന്തിനു പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇല്ലായ്മയെ കണ്ടറിഞ്ഞ് വേണം ജീവിക്കാൻ. നമ്മുടെ പേഴ്സ് എനിക്ക് 2 മക്കളാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ പേഴ്സ് അറിയാം. അവർക്ക് എൻ്റെ പേഴ്സ് അറിയാവുന്നതുകൊണ്ട് എന്നോട് അധികം കാര്യമൊന്നും ചോദിക്കാറില്ല. അങ്ങനെ ഒരു കാര്യവും ചോദിക്കാൻ ആവശ്യപ്പെടാറില്ല. പപ്പ എനിക്കിത് വേണം, എനിക്കത് വേണം എന്നൊന്നും ചോദിക്കാറില്ല. എന്നാൽ ഇളയവള് അവളുടെ പ്രായം പക്വതയില്ലാത്ത പ്രായമായതുകൊണ്ട് അവൾക്ക് ഞാൻ പെൻസിലോ പേനയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ബുക്സോ ഒക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട്, വായിക്കാനൊക്കെ പറ്റുന്ന ബുക്സുകൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ മേടിച്ച് അവൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവളതിനകത്ത് വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ചെറിയ പ്രായമാണ്. എന്നാൽ ഒരല്പം പ്രായം മക്കൾക്കാകുന്നതിന് മുമ്പേ ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക, നമ്മുടെ പേഴ്സിൻ്റെ കനം എന്താണെന്ന് നമ്മുടെ മക്കൾ അറിയണം. ഒന്നാമത്. രണ്ടാമത്, നമുക്ക് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് എല്ലാവരെയും പോലെ നമുക്കില്ല എന്നവർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവരുടെ ലൈഫിൽ നല്ലൊരു ശതമാനം അവർക്ക് കയ്യിൽ വരുന്ന പണം എങ്ങനെ ചിലവഴിക്കണം എന്ന് മനസ്സിലാവും. ഇതൊന്നും അറിയാതെ പപ്പ എനിക്കൊരു മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ അന്നേരം മൊബൈൽ, പപ്പ എനിക്കൊരു ഒരു എന്തെങ്കിലും പറയാം, അത് ഇച്ചിരി വില കൂടിയതായിരിക്കാം, ഒരു പക്ഷേ ഇനിയിപ്പോൾ ആവശ്യമുള്ള സാധനമല്ലായിരിക്കാം. പെട്ടെന്ന് പറയുമ്പോൾ ഉടനെ അപ്പനും അമ്മ എന്നെ ചിന്തിക്കുന്നറിയോ, നമ്മുടെ കാലത്തെ നമുക്കിതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ പിള്ളേരങ്ങനെ വിഷമിക്കാൻ പാടില്ലാന്ന് വിചാരിച്ചാൽ നമ്മളെടുത്ത് കൊടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ അപകടം ഉണ്ടാക്കുക. അത് ആ കുഞ്ഞുങ്ങൾ മെച്യൂരിറ്റി ഇല്ലാതെ വരുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകും. അവസാനം നിങ്ങളും വിഷമിക്കും, പിള്ളേരും വിഷമിക്കും, ഇല്ലേ? അപ്പോൾ ചെറുപ്രായത്തിലെ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ നമ്മുടെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര പണം നമ്മുടെ കയ്യിലുണ്ട്, നാളെ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എൻ്റെ അപ്പൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല, എൻ്റെ അപ്പൻ്റെ കയ്യിലുള്ള സംവിധാനമില്ല എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം വരും. അല്ലെങ്കിൽ അവർ ധാരാളിത്തമായി പോകും. അതുകൊണ്ട് ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, സംതൃപ്തിയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കടുംപിടുത്തവും വാശിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പിതാവിൻ്റെയും മാതാവിൻ്റെയും പേഴ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്, കേട്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളും ജീവിക്കാൻ. അല്ലാണ്ട് എനിക്ക് ഡാഡി അത് വേണം, ഡാഡി ഇത് വേണം, അമ്മ അത് വേണം എന്ന് പറയുമ്പോൾ ഇത് കുലുക്കാൻ പറ്റുന്ന മരമല്ല, ഇത് പൈസ മരമല്ല ഇത്. കുലിക്കാൻ മോക്കെന്നാ വേണ്ടേ, ഫ്രിഡ്ജോ ഒരു കൈനറ്റിക് ഹോണ്ടയോ, ഒരു മിനിറ്റ് ഞാനിപ്പോൾ കുലിക്കുന്നു എന്ന് പറഞ്ഞൊരു മരം പിടിച്ച് കുലുക്കി കുറേ ക്യാഷ് ഇനി ഇപ്പടപെടാന്ന് വീടുകയല്ല. ഇത് അപ്പന് വളരെ കൃത്യതയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ കുടുംബം. അമ്മ വളരെ കൃത്യതയോടെ അവിടുത്തെ ചിലവ് കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അമ്മയെ മനസ്സിലാക്കിയിരിക്കണം, അപ്പനെ മനസ്സിലാക്കിയിരിക്കണം, നമ്മളെല്ലാവരും ഒരു കുടുംബം അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ ആ കുടുംബത്തിലെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെല്ലാവരും കൂടി ഇത് തീരുമാനിച്ചാൽ നടക്കും. അവിടെ ഈ രാവിലെ സമയം സംതൃപ്തിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ആമേ സ്വത്രം. നമ്മുടെ വരവറിഞ്ഞ് ചിലവാക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനം നല്ല ഭവനമായിരിക്കും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാനൊക്കെ ജീവിച്ച കാലത്ത് ജീവിച്ച കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ പുല്ലും മേഞ്ഞൊരു വീട്ടിലായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ ആ സ്ഥിതിയിലല്ല. ഇന്ന് എനിക്ക് ഒരു ചെറിയ വീട് ദൈവം തന്നിട്ടുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ എന്താ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയരെ, നമുക്ക് സംതൃപ്തിയുള്ള ഏത് കാര്യം കിട്ടിയാലും ഒരു സംതൃപ്തി, ഇതിനേക്കാലം വേറെ ഒന്നും കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കരുത്. ഞാൻ ഉപയോഗിക്കുന്ന ഏത് സിമ്പിൾ സാധനമായിക്കോട്ടെ, അതിലെനിക്കൊരു സംതൃപ്തിയുണ്ട്. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ? ചില ആൾക്കാർക്ക് ചില വണ്ടി അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സംതൃപ്തിയില്ല. ഈ ചടാക്കൊന്ന് കൊടുത്ത് ഒഴിവാക്കിയിട്ട് വേണം വേറെ ഒന്നും എടുക്കാൻ. അങ്ങനെ ചിന്തിക്കരുത്. അല്ല, കാശുള്ളവന് ചിന്തിക്കാം. എൻ്റെ സ്നേഹിതൻ പണ്ട് പറഞ്ഞതുപോലെ, കാശുള്ളവന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, സാധനം ഇനി മേടിച്ചാൽ മതി, കേട്ടോ. കാശുള്ളവന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സംതൃപ്തിയുള്ളവരായി ജീവിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
അവിടുത്തെ പുത്രൻ രക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവിനെ സഹായിക്കണം. സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറട്ടെ. ദൈവം കൃപ ചെയ്യും. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കരുത്, സംതൃപ്തിയുള്ള ജീവിതം അതായിരിക്കട്ടെ എന്ന് നിങ്ങളുടെ മുഖമുദ്ര. ഇന്ന് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സംതൃപ്തിയോടെ ജീവിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.